കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ശബരിമല ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമലയും അയ്യപ്പനും തന്നെ ആയിരിക്കും 26 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അയ്യപ്പനിലൂടെ നേട്ടം ആർക്കുണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഒരു പുരുഷൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴി ആമാശയത്തിലൂടെ അത്രേ എന്ന് ബുദ്ധിമതികളായ സ്ത്രീകൾ പറയും. ബുദ്ധിമതികളായ രാഷ്ട്രീയക്കാർ, ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമായ രാഷ്ട്രീയ നേതാക്കൾ പറയും മലയാളിയുടെ ഹൃദയത്തിലേക്കുള്ള വഴി മലയാളിയുടെ ഭഗവാനിലൂടെ അല്ലെങ്കിൽ ദൈവങ്ങളിലൂടെയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എത്രയെല്ലാം യുക്തി ചിന്തയും റാഷണലിസവും പറഞ്ഞാലും വിശ്വാസ ഘടനകൾ, അതിൻ്റെ പിന്നിലുള്ള ആചാര അനുഷ്ഠാന പ്രക്രിയകൾ നല്ല ഡിമാൻഡുള്ള മാർക്കറ്റുള്ള പൊളിറ്റിക്കൽ മെറ്റീരിയലാണ്. അത് അനുകൂലമായും പ്രതികൂലമായും ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ, എല്ലാ കക്ഷികളും ശ്രമിക്കുന്നു. UDF, LDF, NDA ഭേദമന്യേ എല്ലാ കക്ഷികളും അതിനുവേണ്ടി ശ്രമിക്കുന്നു, മുന്നണികൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല സ്ത്രീ പ്രവേശം ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം വലിയ വിവാദമായതും നാമജപ ഘോഷയാത്ര നടത്തി NSS ഒക്കെ രംഗത്ത് വരികയും അത് രാഷ്ട്രീയ കക്ഷികൾക്ക്, പ്രത്യേകിച്ച് BJPക്കും കോൺഗ്രസിനുമെല്ലാം ഏറ്റുപിടിക്കേണ്ടി വരികയും ചെയ്തതിൻ്റെ നേട്ടം ഉണ്ടാക്കിയത് 2 തെരഞ്ഞെടുപ്പിലും അല്ലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണ്. അതേസമയം ഇപ്പോൾ അതിന് ബദലായി അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കെയർ ഓഫിൽ LDF സാമുദായിക സംഘടനകളുടെ കൽബിലൊരിടം നേടി. പ്രത്യേകിച്ച് SNDPയുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇടം കുറച്ചുകൂടെ ദൃഢമാക്കി. അതോടൊപ്പം തന്നെ NSSനെയും ചേർത്ത് പിടിക്കുന്നു. അല്ലെങ്കിൽ NSS ഈ വിഷയത്തിലെങ്കിലും സംസ്ഥാന സർക്കാരിനെ പുൽകാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പം ഇവിടെ ഒരു വിന്നിംഗ് ഫോർമുലയാണ്. ഇന്ത്യയുടെ ഭൂരിപക്ഷ മതത്തിലെ അവാന്തര വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളെങ്കിലും, എല്ലാ സംഘടനകളും അല്ലെങ്കിലും പ്രധാനപ്പെട്ട സംഘടനകൾ, ഇന്ത്യയുടെ കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 26-27% വരുന്ന ഈഴവ സമുദായത്തിൻ്റെ പ്രമുഖ സംഘടന SNDP, നായർ സമുദായം 13-14% നായർ സമുദായത്തിൻ്റെ സംഘടന NSS, രണ്ടും തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പമാണ്. അങ്ങനെയെങ്കിൽ ഒരു ഹിന്ദു പാർട്ടിയായി CPM അല്ലെങ്കിൽ LDF ഒരു ഹിന്ദു മുന്നണിയായി വരുമ്പോൾ അതിൻ്റെ നഷ്ടം തീർച്ചയായും BJPക്കാണ്, കോൺഗ്രസിനാണ്. അത് തീർച്ചയായും അങ്ങനെ വരാൻ പാടില്ലല്ലോ. പൂർണ്ണമായി NSS പറയുന്നത് എല്ലാ നായർ സമുദായ അംഗങ്ങളും കേട്ടുകൊള്ളണമെന്നില്ല, അതൊക്കെ മൗഢ്യമാണ്. അങ്ങനെയല്ലല്ലോ. നായർ സമുദായ അംഗങ്ങൾ പല രീതിയിൽ, പക്ഷേ മാർജിനൽ നായർ വോട്ട്സ് ക്യാൻ ബി ഷിഫ്റ്റഡ്, മാർജിനൽ ഈഴവ വോട്ട്സ്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ടിൻ്റെ ഒരു നല്ല പങ്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്ത് നിന്ന് BJPയിലേക്ക് ഒഴുകി എന്നോർക്കണം. അത് ചില്ലറ ഒഴുക്കല്ലത്. അവിടെ UDFനല്ല LDFനാണ് ദോഷമുണ്ടായത്. തിരിച്ചു പിടിക്കാൻ കഴിയുക, ഇത് മാസ്റ്റർ സ്ട്രോക്കാണ്. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് ശബരിമല വികസന പദ്ധതിയും ആഗോള സംഗമവും. അതിൻ്റെ മറവിൽ കുറച്ച് പണം, ശബരിമല വികസനത്തിന് പണം വരുന്നു എന്ന ഒരു നറേറ്റീവ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം, പ്രതിരോധം ഒരുക്കാൻ നേരിട്ട് UDFനോ BJPക്കോ കഴിയാതെ ഇരിക്കുമ്പോഴാണ് വലിയൊരു ഒരു ഒരു അവസരം ഉണ്ടാകുന്നത്. അതും ഒരു ആചാര സംരക്ഷണ വിഷയം തന്നെയാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ സ്വർണ്ണപ്പാളി വിവാദം, ദ്വാരപാലകന്മാരെ പൊതിഞ്ഞ പാളി ഒറിജിനലി ചെമ്പാണോ അതോ സ്വർണം പൂശിയ പാളിയുടെ ചെമ്പ് തെളിഞ്ഞതാണോ എന്നതിനെക്കുറിച്ച് വലിയ വാഗ്വാദം നടക്കുന്നു. ആ പാളി കൊണ്ടുപോയി ദേവസ്വം ബോർഡ് അത് ചെമ്പ് പാളിയായി സാക്ഷ്യപ്പെടുത്തി കൊടുത്തു വിട്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം. അത് പിന്നീട് സ്വർണം പൂശി തിരിച്ചെത്തിക്കുമ്പോൾ വേണ്ട തൂക്കം ലഭിക്കുന്നില്ല. ഇതെല്ലാം ദുരൂഹമായ കണക്കാര്യങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബലിയാടാക്കിക്കൊണ്ട് ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇതിന് പിന്നിലെ ദേവസ്വം ബോർഡിലെ ഉന്നത നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഷീൽഡ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ബലിയാടാവുമോ? ഇങ്ങനെയുള്ളൊരു വിഷയം കേരളം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി മനസ്സിൽ ലഡു ഒന്നല്ല രണ്ടല്ല പൂത്തിരി പോലെ പൊട്ടുകയാണ് UDFന്റെയും BJPയുടെയും. എന്തുകൊണ്ടാണ്? അവരാഗ്രഹിച്ചത് ശബരിമല വിഷയം
കേന്ദ്ര സ്റ്റേജിൽ തന്നെ ഉണ്ടാവണം. പക്ഷേ അവരാഗ്രഹിച്ച രീതിയിലാണ് ഉണ്ടാകേണ്ടത്. LDF ആഗ്രഹിച്ച രീതിയിലല്ല, മറിച്ച് പ്രതിപക്ഷങ്ങൾ, കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ, BJPയും കോൺഗ്രസും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷങ്ങളാണ്, അവരാഗ്രഹിച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും വൈകിയ കാര്യം. കാരണം അപ്പോഴും സ്വാമി അയ്യപ്പൻ തന്നെയാണ് ചർച്ചാ വിഷയം. അപ്പം സ്വാമി അയ്യപ്പൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത, ദ്വാരപാലകന്മാരുടെ പോലും കവചകുണ്ഡലങ്ങൾ അഴിച്ചെടുക്കുന്ന സർക്കാർ, അല്ലെങ്കിൽ അതിനുള്ള അഴിച്ചെടുക്കുന്നതിൻ്റെ പിന്നിലെ ശക്തികളെ തുറന്നു കാട്ടാൻ വിസമ്മതിക്കുന്ന സർക്കാർ, ഈ നറേറ്റീവൊക്കെ വരുമ്പോൾ ദോഷം തീർച്ചയായും LDF തന്നെയാണ്. അപ്പം അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായ ഒരു മേൽക്കൈ ഇപ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് വൈകി വന്ന വാർത്തകൾ. പക്ഷേ കഴിഞ്ഞ തവണ ശബരിമല പ്രക്ഷോഭത്തിൽ അതിൻ്റെ ഫലം അനുഭവിച്ചത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അനുഭവിക്കുമോ എന്ന് അറിയത്തില്ല താനും. പലപ്പോഴും വിതയ്ക്കുന്നവർക്ക് അത് കൊയ്യാനുള്ള ഭാഗ്യം ഇല്ലാതെ പോകുന്നു. ഏറ്റവും അധികം പ്രക്ഷോഭത്തിൽ മുന്നിട്ട് നിന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, അല്ലെങ്കിൽ സാമുദായിക സംഘടനകളും BJPയും എല്ലാമാണ്. കോൺഗ്രസും തീർച്ചയായും ആദ്യം മടിച്ചു നിന്നുവെങ്കിൽ പിന്നെ രംഗത്ത് വന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDF വിരുദ്ധ വോട്ടുകൾ അത് കൂടുതലും കോൺഗ്രസിലേക്ക് ആവാഹിക്കപ്പെട്ടു. അത് BJPയിലേക്ക് അല്ല പോയത്, കോൺഗ്രസിലേക്ക് ആവാഹിക്കപ്പെട്ടു. അങ്ങനെ കോൺഗ്രസിന് മെച്ചപ്പെട്ട ഒരു മാറ്റമുണ്ടായി. അപ്പോൾ LDF ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി ചിതറിപ്പോകട്ടെ, BJPക്കും കോൺഗ്രസിനുമായി ചിതറിപ്പോകട്ടെ. അങ്ങനെ ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി, അല്ലെ തന്നെ കോൺഗ്രസും BJPക്ക് യോജിക്കാനാവില്ല, രണ്ടായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോകുമ്പോൾ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ മറ്റൊരു നറേറ്റീവ് ഉണ്ടാകണം. ഇതിന് ബദലായി ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദത്തിന് ബദലായി ശബരിമല കേന്ദ്രീകരിച്ചൊരു വിഷയം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ അതിനെ ബദലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സാംസ്കാരിക വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടതൊരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു സദാചാര വിഷയമാണ്. അതിന് മാർക്കറ്റുണ്ട്, അതിന് ഷെൽഫ് ലൈഫ് ഇത്രയും ഉണ്ടാവില്ല. അപ്പം ഷെൽഫ് ലൈഫ് 7 മാസത്തെ ഷെൽഫ് ലൈഫാണ് പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് ചിത്തയാകുമെന്ന് പറയുന്ന പോലെ വാർത്തകളൊക്കെ പെട്ടെന്ന്, ഒരു നെഗറ്റീവ് വാർത്തയൊക്കെ പെട്ടെന്നാണ് അത് സ്റ്റൈലാകുന്നത്. സ്വപ്ന ഒക്കെ കൊണ്ടുവന്ന ആ ഒരു വാർത്ത, അല്ലെങ്കിൽ മുൻപ് സരിത ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്ന ആ ഒരു വാർത്ത അവസാനം ഊതി പെരുപ്പിച്ച് നിർത്തിയത് കൊണ്ട് കൂടിയാണ് LDFന് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ, UDFനെതിരെ വിജയം നേടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ UDF തുടരുമെന്ന അർത്ഥത്തിലൊന്നും അല്ല പറയുന്നത്, പക്ഷേ അത്ര വലിയ പതനമുണ്ടാവില്ല. അതുകൊണ്ട് ഒരു വിഷയം, വൈകാരികമായൊരു വിഷയം ആളിക്കത്തിച്ച്, പരമാവധി തീപ്പൊരി ആളിക്കത്തിച്ച് നിർത്താനായി പ്രതിപക്ഷം ശ്രമിക്കും. ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ കടിഞ്ഞാൺ പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സഭയ്ക്കുള്ളിലും നിയമസഭയ്ക്കുള്ളിലും പുറത്തും വൻപൻ പ്രക്ഷോഭമാണ് ഒരുപക്ഷെ അടുത്ത 4-5 മാസം കാണാൻ പോകുന്നത്. അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയവും. അതിന് മുൻപ് ഒരു സെമിഫൈനൽ നടക്കേണ്ടതുണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു മൂഡ് ദ സ്റ്റേറ്റ് ഒരു ഏതാണ്ട് അറിയാൻ സാധിക്കും. പൊതുവേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മേഖലകളാണ്. കാരണം ഗ്രാസ് റൂട്ട് ലെവൽ പലപ്പോഴും കീഴർ സ്വഭാവമുള്ള പാർട്ടികൾക്ക് ആഴത്തിൽ കടന്നു കയറാനാവും. അതുകൊണ്ട് സമനിലയാണെങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും ലഭിക്കുന്ന സീറ്റുകൾ ഏതാണ്ട് തുല്യമായ രീതിയിലാണെങ്കിലും അവിടെ ആത്യന്തിക തെരഞ്ഞെടുപ്പിൽ UDFന് അഡ്വാൻറ്റേജ് ഉണ്ടാകും. അതങ്ങനെയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ മുന്നേറ്റം നടത്താൻ സാധിച്ചെങ്കിൽ ഈ ഇഫക്റ്റ്, സ്വാമി അയ്യപ്പൻ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യപ്പെട്ടു പോയി എന്ന് കരുതേണ്ടി വരും. അപ്പോൾ ശബരിമല തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ കാര്യം. ഇപ്പോഴത്തെ 6 മാസത്തിനുള്ളിൽ എന്തെല്ലാം സംഭവിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഇനി വരാൻ പോകുന്ന വിഷയങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാനാവില്ല. ഇപ്പോഴത്തേത് വെച്ച് പറയാനാണ്, പ്രൊജക്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ വിഷയം നീറിക്കത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 6 മാസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു യുഗം പോലെയാണ്. അപ്പം അതുകൊണ്ട് 6 മാസം 7 മാസം നിലനിർത്താൻ, ഇതേ ഇൻറ്റൻസിറ്റിയിൽ ഈ വിവാദം നിലനിർത്താനാവുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ഈ 2021 തുടക്കത്തിൽ പിണറായി രണ്ടാമത് അധികാരത്തിൽ വന്ന സമയത്ത് സ്വർണ്ണക്കടത്ത് വിവാദമായിരുന്നു. ഇപ്പോൾ ഇത് ഈ ഭരണകാലാവധി കഴിയുമ്പോഴും സ്വർണത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഈ ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, അതൊക്കെ ഇതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭമാകും. ഇത് കുറച്ചുകൂടി വൈകരുത്. ഇവിടെ റിലിജ്യൻ ഇൻവോൾവ് ആണ്, കൾച്ചർ ഇൻവോൾവ് ആണ്, കസ്റ്റംസ്, ആചാരം, അനുഷ്ഠാനം ഇൻവോൾവ് ആണ്. സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് പ്യുവർ അഴിമതി മാത്രമാണ്. ഈ കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം, രാഷ്ട്രീയക്കാരും ഇങ്ങനെയുള്ള ചില ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് അത്രയ്ക്ക് വൈകാരികമല്ല. പക്ഷേ ശബരിമല വിഷയം വൈകാരിക വിഷയമാണ്. ഒന്ന്, ഇതിനെ ഒരു പ്യുവർ കറപ്ഷൻ വിഷയമായിട്ട് എടുക്കാം.
വിശ്വാസമൊന്നും അല്ല എങ്കിൽ ഇതൊരു കറപ്ഷൻ വിഷയമായിട്ട് എടുക്കാം. ഇനി വിശ്വാസത്തിൻ്റെ അകമ്പടി കൂടി ഉണ്ടെങ്കിലോ, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ സ്വത്ത് തന്നെയല്ലേ. അത് കാവൽ നിൽക്കേണ്ടത് ആരാണ്? അതിൻ്റെ ചുമതലക്കാരാണ്? ദേവസ്വം ബോർഡ്. അത് സർക്കാർ നിയന്ത്രണത്തിലല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സമ്പത്ത്, ഭഗവാന്റെ സ്വത്ത് കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിനല്ലേ. ഇപ്പോൾ കഴിഞ്ഞ 9.5 വർഷവും പിണറായി സർക്കാർ തന്നെ ആയിരുന്നല്ലോ. അതിനുള്ളിൽ തന്നെ നടന്നതാണ് ഈ പാളി പൊതിഞ്ഞത് ഊരിയെടുത്തതും വീണ്ടും പൂശിയതും എല്ലാം തന്നെ ഇതേ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്, ഇതേ മുഖ്യമന്ത്രിയുടെ കാലത്താണ്. 2 സർക്കാരുകളാണെങ്കിലും ഇതേ മുഖ്യമന്ത്രിയുടെ കാലത്താണ്. അതുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം, ഔപചാരികമായ ഉത്തരവാദിത്വം, ഭരണപരമായ ഉത്തരവാദിത്വം, എല്ലാ ഉത്തരവാദിത്വങ്ങളും ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരളയിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.